ശാന്തി. ഞാൻ മനസ്സിനെ പതുക്കെ പതുക്കെ ഏകാഗ്രമാക്കി എൻ്റെ ശ്രദ്ധ മസ്തക മധ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. സ്വയം തന്നെ നോക്കുന്നു. ഞാൻ ഈ ശരീരമല്ല, പ്രകാശിക്കുന്ന ഒരു ദിവ്യ ബിന്ദുവാണ്. ഞാൻ ആത്മാ പരം ജ്യോതി ബിന്ദു, ശിവബാബയുടെ പ്രിയ ബാലകനാണ്. ബാബ സർവ അവിനാശി ഖജനാവിൻ്റെയും അധികാരിയാണ്. ജ്ഞാനത്തിൻ്റെ ഖജാന, ദിവ്യ ഗുണങ്ങളുടെ ഖജാന, സർവശക്തികളുടെയും ഖജാന, അസീമമായ സന്തോഷത്തിൻ്റെ ഖജാന. ഇതിൻ്റെ എല്ലാം ബാബ സാഗരമാണ്. സർവ ഖജനാവുകളുടെയും ദാതാവാണ്. ഞാൻ ബാബയുടെ കുട്ടിയാണ്. എന്താണോ ബാബയുടേത് അത് സർവ്വതും എൻ്റേതുമാണ്. ബാബയുടെ സർവ ഖജനാവുകളുടെ മേലെയും എനിക്ക് അധികാരമുണ്ട്. ഞാൻ അനുഭവം ചെയ്യുന്നു. ജ്ഞാന ഖജാന എൻ്റെ ബുദ്ധിയെ പ്രകാശമാനമാക്കുന്നു. ഗുണങ്ങളുടെ ഖജാന എൻ്റെ സ്വഭാവത്തിൽ സർവഗുണങ്ങളും നിറയ്ക്കുന്നു. ശക്തികളുടെ ഖജാന എന്നെ സമർത്ഥവും അജൽ അഡോള സ്ഥിതിയിലുമാക്കുന്നു. സന്തോഷത്തിൻ്റെ ഖജാന എൻ്റെ ഹൃദയത്തെ ഭർപ്പൂറാക്കുന്നു. ഞാൻ നാച്ചുറൽ യോഗിയാണ്. മനസ്സിൽ സർവ ഖജനാവുകളുടെയും ദാതാവായ ശിവബാബയുടെ നാച്ചുറൽ സ്മൃതിയുണ്ട്. ഞാൻ സ്വരാജ്യ അധികാരിയാണ്. മനസ്സ്, ബുദ്ധി, സംസ്കാരം എൻ്റെ ആജ്ഞാകാരികളാണ്. ഞാൻ മനസ്സ്, ബുദ്ധി, സംസ്കാരങ്ങളുടെ അധികാരിയാണ്. സർവ കർമ്മേന്ദ്രിയങ്ങളുടെയും അധികാരിയാണ്. ഇപ്പോൾ നിരന്തരം ഈ സ്മൃതിയാണ്. ഞാൻ ആത്മാ ബാലക് സോ മാലിക്കാണ്. ബാബ സാഗരമാണ്, സമ്പന്നമാണ്. ഞാൻ സാഗരത്തിൻ്റെ കുട്ടി, മാസ്റ്റർ സാഗരമാണ്. ഞാൻ ആത്മാവും സമ്പന്നമാണ്, സമ്പൂർണമാണ്, ഭർപ്പൂറാണ്. അധികാരി ആത്മാവാകുന്നു, ബാലക് സോ മാലിക്കാകുന്നു. നിരന്തരം ഈ സ്മൃതിയിലാണ്. ഞാൻ ആത്മാ ശിവബാബയുടെ ബാലകനാണ്. അതിനാൽ സർവ ഖജനാവുകളുടെയും മാലിക്കാണ്. സദാ സർവപ്രാപ്തി സമ്പന്ന സന്തുഷ്ടാത്മാവാണ്. ഞാൻ ബാലകനാണ്, മാലിക്കുമാകുന്നു. ബാബ തൻ്റെ ബാലകനും അധികാരിയുമായ കുട്ടികളുമായി
മിലനം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഏറ്റവും ആദ്യത്തെ ഖജനാവാണ് ജ്ഞാനത്തിൻ്റെ ഖജനാവ്. ഇതിലൂടെ ബന്ധനയുക്തത്തിൽ നിന്നും ബന്ധനമുക്തമാകുന്നു. ഓർമ്മയുടെ ഖജനാവിലൂടെ അനേക ശക്തികൾ നേടി സർവഗുണങ്ങളുടെയും അനുഭൂതിയുടെ ഖജനാവ് കിട്ടിയിട്ടുണ്ട്. സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും വേറിട്ടിരിക്കുന്നതിൻ്റെയും ശക്തി പ്രാപ്തമായി. സംബന്ധത്തിലൂടെ അളവില്ലാത്ത സന്തോഷത്തിൻ്റെ ഖജനാവുകളുടെ അനുഭവം ചെയ്യുന്നു. ഞാൻ സമയത്തിൻ്റെ ഖജനാവിനെ വിലമതിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാപ്തിയാണ് അച്ഛൻ്റെ രൂപത്തിലും ടീച്ചറിൻ്റെ രൂപത്തിലും സദ്ഗുരുവിൻ്റെ രൂപത്തിലും സ്വയം ഭഗവാന് പ്രാപ്തമായി. സർവ്വതും ഈ ചെറിയ യുഗത്തിലെ പ്രാപ്തിയാണ്. പരമാത്മാവിലൂടെ അതീന്ദ്രിയ സുഖം, മുഴുവൻ ബ്രാഹ്മണ പരിവാരത്തിൻ്റെ സ്നേഹം, ആദി മധ്യ അന്ത്യത്തിൻ്റെ അറിവിൻ്റെ ഭാഗ്യം എല്ലാം ഇപ്പോഴത്തെ പ്രാപ്തിയാണ്. ഓരോരുത്തരിലും എത്രമാത്രം നിക്ഷേപം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും കാണപ്പെടുന്നു. ദൈനംദിന റിപ്പോർട്ട് ബാബയ്ക്ക് നൽകുന്നു. ബാബയെ സ്വന്തമാണെന്ന് പറഞ്ഞു ആ സ്മൃതിയും സഹയോഗം നൽകുന്നു. ബാബയെ പ്രത്യക്ഷമാക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. സദാ പുഞ്ചിരിക്കുന്ന മുഖം. ചിലർ ചിന്തയിലും ചിലർ ആശയക്കുഴപ്പത്തിലുമാകരുത്. ഈ ലോകം എന്റേതല്ല, ഇത് ഗസ്റ്റ് ഹൗസാണ്. ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. വീടിൻ്റെ ദൃശ്യങ്ങൾ മനസ്സിലും ബുദ്ധിയിലും ഉണ്ടാകണം. പരിധിയില്ലാത്ത വൈരാഗ്യമുണ്ടാകണം. ഇത് മായയുടെ വിഘ്നങ്ങളെ സമാപ്തമാക്കുന്നു. ചെറിയ ചെറിയ പരീക്ഷകൾ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനുള്ള ലിഫ്റ്റാണ്. ഉണർവിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ചിറകിലൂടെ പറക്കുകയും മറ്റുള്ളവരെ പറക്കാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെയും ലക്ഷ്യം വെക്കുന്നു. ബാബയുടെ ആഗ്രഹമാണ് ഓരോ കുട്ടിയും ബാബയ്ക്ക് സമാനം സമ്പന്നവും സമ്പൂർണവുമാകണം. ഞാൻ ബാബ നൽകിയിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. നിങ്ങളുടെ ശ്രേഷ്ഠ വൃത്തിയിലൂടെ ശുദ്ധ വായുമണ്ഡലം തയ്യാറാക്കുന്ന സദാ ശക്തിശാലി ആത്മാവാകുന്നു. വ്രതത്തിൻ്റെ സ്മൃതിയിലൂടെ വൃത്തിയെ ശ്രേഷ്ഠമാക്കിയാൽ ശക്തിശാലി ആത്മാവായി മാറുന്നു. ഗുണമൂർത്തിയായി സർവരെയും ഗുണമൂർത്തിയാക്കുന്നതാണ് മഹാദാനി. ബാബ സൂചന നൽകുന്നു. പരസ്പരം സത്യമായ സ്നേഹമുണ്ടാകണം.
സ്നേഹമുള്ളിടത്ത് വിശ്വാസമാണ്. പരിവാരത്തിൽ പരസ്പരം സ്നേഹവും വിശ്വാസവും വെച്ച് നിശ്ചയബുദ്ധിയാകൂ. അപ്പോൾ ബ്രഹ്മബാബയുടെ പ്രതീക്ഷകൾ പൂർത്തിയാകും. ഓം ശാന്തി.